അടുത്ത കാലം വരെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ അത്ര നല്ല ഇമേജ് ആയിരുന്നില്ല കന്നഡ സിനിമയ്ക്കുള്ളത്. മേക്കിങ്ങിലെ ലോജിക്കില്ലായ്മയും നായകന്മാർക്കുള്ള ഓവർ ഹീറോയിസം നായകന്മാരെ വെറുമൊരു വസ്തു മാത്രമായി പ്ലേസ് ചെയ്യുന്നതും അതുപോലെ ഒട്ടും നാച്ചുറൽ അല്ലാത്ത അയത്തെയും മാസ് മസാല ഐറ്റംസും ഒക്കെ ആയിരുന്നു ഒരു പരിധിവരെ കന്നഡ സിനിമയെ മറ്റു ഭാഷാ സിനിമകളിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമായത്. മറ്റു ഭാഷകൾ വ്യത്യസ്തമായ പ്രമേയങ്ങളും പരീക്ഷണങ്ങളും ചിത്രങ്ങളും ഒക്കെ തേടിപ്പോയപ്പോഴും ആ വഴിയിലേക്ക് കടക്കാൻ കന്നഡ സിനിമ ഇൻഡസ്ട്രി കുറച്ച് വൈകിപ്പോയി. പുതിയ ഒരു വഴിയിലേക്ക്, പുതിയ സിനിമാ കാഴ്ചയിലേക്ക് തികച്ചും നാച്ചുറലായ സംഭവങ്ങളെ കന്നഡ സിനിമാ പ്രേക്ഷകർക്ക് ഇറങ്ങി നടന്നത് 3 പേരായിരുന്നു. ഷട്ടി ഗാങ്, ഷട്ടി മാഫിയ എന്നൊക്കെ കർണാടകയിലുള്ളവർ തന്നെ കളിയാക്കി വിളിക്കുന്ന രജിത് ഷട്ടി, രാജ്‌ബി ഷട്ടി, ഋഷഭ് ഷട്ടി എന്നിവരായിരുന്നു അവർ. ഒരു തരത്തിൽ പറഞ്ഞാൽ കന്നഡ സിനിമയുടെ ഫാൻസാക്കി മാറ്റിയ മലയാളികളെ മാറ്റിയതും കന്നഡ ഗ്യാങ്ങിലെ ഈ സിനിമയിലെ ആർആർആർ ഗ്യാങ് ആണ്. സംവിധാനത്തിലാണ് ഋഷഭ് ഷെട്ടി ഞെട്ടിച്ചതെങ്കിൽ എഴുത്തിലാണ് രജിത് ഷെട്ടി അമ്പരിപ്പിച്ചത്. രാജ്‌ബി ഷെട്ടിയാകട്ടെ അഭിനയത്തിലും. കന്നഡ സിനിമ ഇൻഡസ്ട്രി തലവര മാറ്റി എഴുതിയ ആ ത്രിമുഖത്തിലൂടെ രജിത് ഷെട്ടി. കന്നഡ സിനിമയിലെ സിമ്പിൾ സ്റ്റാർ എന്നാണ് രജിത് ഷെട്ടി ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്നത്. സോഫ്റ്റ്‌വെയർ മേഖലയിൽ നിന്നാണ് രജിത് ഷെട്ടി സിനിമയിലേക്ക് വരവ്. 2010-ൽ അരവിന്ദ് കൗശൽ സംവിധാനം ചെയ്ത നാം ഏരിയൽ ഉണ്ട് ദിന എന്ന ചിത്രത്തിലൂടെ രജിത് ഷെട്ടി നായകനായി അഭിനയ രംഗത്ത് ചുവടുവെക്കുന്നു. 2016 തന്റെ ഒറ്റ സുഹൃത്ത് ഋഷഭ് ഷെട്ടിയുടെ ആദ്യ സംവിധാന സംരംഭമായ റൊമാന്റിക് ത്രില്ലർ റിക്കിയിൽ രജിത് ഷെട്ടി റോളിൽ അഭിനയിച്ചു. ഈ ചിത്രം തിയേറ്ററിൽ വൻ ഹിറ്റായി മാറി. ഒളിവര് ഗണ്ടേനെ, ഗോദി ബന്ന താരമേക്കട്ട്, കരിക്ക് പാട്ടി, 777 ചാർലി, സപ്തസ്വര ദാർഗി, യെല്ലോ തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ രജിത് ഷെട്ടി കണ്ണാടിന് പുറത്തും ആരാധകരെ നേടിയെടുത്തു. രാജ്‌ബി ഷെട്ടി. മലയാളികൾക്കിടയിൽ വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട് രാജ്‌ബി ഷെട്ടിക്ക്. ആർജെയായും ഷോർട്ട് ഫിലിം മേക്കറുമായൊക്കെ രാജ്‌ബി ഷെട്ടിയുടെ തുടക്കം. 2017-ൽ പുറത്തിറങ്ങിയ ഒണ്ടുമുട്ടയ കഥ എന്ന ചിത്രത്തിലൂടെ രാജ്‌ബി ഷെട്ടിയുടെ സിനിമയിലേക്കുള്ള വരവ്. ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്തതും അഭിനയിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. 2021-ൽ പുറത്തിറങ്ങിയ ഗരുഡഗമ വിഷവാഹന ആണ് രാജ്‌ബി ഷെട്ടി തെന്നിന്ത്യൻ മുഴുവൻ സെൻസേഷനാക്കി മാറ്റിയത്. രാജ്‌ബി ഷെട്ടി സംവിധാനം ചെയ്ത ചിത്രം കന്നഡയിൽ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കന്നഡ സിനിമാ മേഖലയുടെ എഴുത്തുകാരുടെ പ്രശ്നങ്ങൾക്കായും പലപ്പോഴും ശബ്ദമുയർത്താനുള്ള വ്യക്തി കൂടിയാണ് രാജ്‌ബി ഷെട്ടി. ഷെട്ടി മാഫിയ എന്നൊക്കെ തന്നെ പറഞ്ഞും രക്ഷിതിനെയും ഋഷഭിനെയും കളിയാക്കുന്നവർക്ക് രാജ്‌ബി ഷെട്ടി നൽകിയ മറുപടിയും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ഋഷഭ് ഷെട്ടി. 'തുഗ്ലക്' എന്ന ചിത്രത്തിലൂടെയാണ് ഋഷഭിന്റെ സിനിമയിലേക്കുള്ള വരവ്. 'കാന്താര' എന്നൊരൊറ്റ ചിത്രം മാത്രം മതി എക്കാലം ഋഷനെ സിനിമയിലെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ. 'കാന്താര' തന്നെയാണ് ഋഷഭിന് ലോകമെമ്പാടും ആരാധകരെ നേടിക്കൊടുത്ത ചിത്രം. 'റിക്കി', 'കരിക്പാട്ടി', 'സഹിപ്രഷാല്', 'കാസർഗോഡ്', 'കൊടുകവരാമയ്യ', 'കാന്താര' തുടങ്ങിയ ചിത്രങ്ങളാണ് ഋഷഭ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നടനായും സംവിധായകനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരാൾ കൂടിയാണ് ഋഷഭ്. കാന്താരയുടെ രണ്ടാം ഭാഗമെത്തി. കാന്താര ചാപ്റ്റർ 1 ആണ് ഋഷഭയുടെ ഒടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം.